ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇപ്പോൾ വീട്ടിലത്തെ മാങ്ങയൊക്കെ മൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് രാവിലെ തന്നെ വെയിലാവുമ്പോൾ തന്നെ പറിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതായിരുന്നു കേട്ടോ മേലേക്ക്. ചായയും കടിയൊക്കെ അത് കൂടി കഴിഞ്ഞിട്ടാട്ടോ മുകളിലോട്ട് കയറിയിട്ടാണ് മാങ്ങ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഇത് ഓട്ട ഇട്ടാണ്ട് ഇത് കട്ട് ചെയ്തിട്ട് ആണ് കേട്ടോ മാങ്ങ പറിക്കുന്നത്. ഒന്നുപോലെ വരത്തി ആക്കി നോക്കിട്ടു കേട്ടോ. ഞങ്ങൾ മാങ്ങ പറിച്ചത് നോക്കാൻ വന്നതാ. കുപ്പി കട്ട് ചെയ്തിട്ട് ഒരു മാങ്ങ കയറാൻ മാത്രമല്ല വലിപ്പത്തിട്ട് നമ്മൾ കമ്പുമ്മ ഫിറ്റ് ചെയ്ത് കൊടുക്കാണ്ട് കുപ്പി ചെയ്തിട്ടുള്ളത്. മാങ്ങ കുറച്ച് കൊടിമൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടൊക്കെ പോകണം. കുട്ടിയൊക്കെ സ്വിമ്മിങ് പൂളിൽ കളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ പുഴയൊക്കെ കൊണ്ടുപോകാണ് കേട്ടോ. കുളിമുറി പോയി വായേക്ക്, പിന്നെ കുളിമുറി പോയി വായേക്ക് ഇവിടുത്തെ ഉള്ളിത്തെ മതിപോരി കൊണ്ട വീട്ടിലത്തെ മാങ്ങ കുട്ടിയുണ്ടോ. പിന്നെ പഴുത്ത മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതൊന്ന് കട്ട് ചെയ്യ്. മാങ്ങയൊക്കെ പറിച്ചിട്ട് താഴെ 2-3 മാങ്ങ താഴെ വീണിട്ട് താഴെ വീണ മാങ്ങ അതുപോലെ കട്ട് ചെയ്തിട്ട് ഉപ്പൊക്കെ ആക്കിയിട്ടൊന്ന് വെയിലത്ത് വെച്ച് വാട്ടിയെടുക്കട്ടെ. അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അത് കഴിഞ്ഞിട്ട് മക്കള് പരിപാടിയായിട്ടത് കുരുമുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണയൊക്കെ ആക്കിയിട്ട് കഴിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയത്. എനിക്ക് കേക്കിന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോകാനുണ്ട്. അതൊക്കെ വാങ്ങാനൊക്കെ പോയി. ഇടയ്ക്കര കുരിപ്പുണ്ടായിട്ട് കേക്കിൻ്റെ ഐറ്റംസൊക്കെ വാങ്ങുന്നത്. പിന്നെ മക്കളെ പുഴയിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഹായ് പറഞ്ഞ കൊള്ളൂല. ചെറുതെടുക്ക്, ചെറുതെടുക്കടാ, ചെറുതെടുക്ക്. മക്കളൊക്കെ ചെയ്യും. ഇത് ഞാനൊരു ദിവസം എൻ്റെ വീട്ടിൽ കല്യാണം കഴിച്ച വീട്ടിൽ മല്ലിയ മുളക് പണക്കാട്ടത് ഇതിൽ ഉൾപ്പെടുത്തിയതുള്ളൂ കേട്ടോ. കുറച്ച് കാശ്മീരി മുളകും സാധാ മുളകും കൂടി കൂട്ടിപ്പൊടിച്ചിട്ടാണ് കേട്ടോ മുളക് പൊടി ഉണ്ടാക്കിയിട്ടില്ല. കളറും കിട്ടും. എരിവിന് ചെറുതായിട്ട് എരിവുണ്ടാവും കേട്ടോ. മല്ലിയൊക്കെ വറുക്കുമ്പോൾ
കുറച്ച് കറിവേപ്പിലൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. വറുക്കുമ്പോൾ തന്നെ കറിവേപ്പിലും കൂടെ കുറച്ച് കുറച്ച് അതിൽ ഊരിട്ടാൽ മതി. എന്നിട്ട് വറുത്തായിട്ട് അതേപോലെ തന്നെ പൊടി ഇതേപോലെ മല്ലി വറവാകുമ്പോൾ തന്നെ കറിവേപ്പിലും കൂടി വറവായിട്ട് വരും കേട്ടോ. അതേപോലെ കൈ കൊണ്ടൊന്ന് പൊട്ടിച്ച് വെക്കുമ്പോൾ കറിവേപ്പിലൊക്കെ ഒന്ന് പൊടിയാണെങ്കിൽ അതായിട്ട് അതിൻ്റെ